നമസ്തേ. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മളും ജീവിച്ചിരിക്കെ മരിച്ചവരായിരിക്കാം. ജിസ്മ ഫൈസിൻ്റെ ജീവിച്ചിരിക്കെ മരിച്ചവർ എന്ന നോവൽ അതിസുന്ദരമാണ്. കാലത്തോട് സംവാദിക്കുന്ന വളരെ സുന്ദരമായ നോവൽ. ജീവിച്ചിരിക്കെ ജീവൻ്റെ ചലനങ്ങൾ പങ്കുവെക്കുവാൻ കഴിയാതെ നിശബ്ദരായി സ്വയം പിന്മാറേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് നാം ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരായി പോകുന്നത്. ഇത് ഒരു നോവൽ എന്നതിനേക്കാൾ ഈ കാലത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിത ധാർമ്മികതയോടും അവൻ്റെ നിലപാടുകളോടുമൊക്കെ ഏറെക്കുറെ ഹൃദ്യമായി സംവാദിക്കുന്ന നോവലാണ് ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവർ എന്ന നോവൽ. പ്രേമിച്ചിട്ടും സ്നേഹിച്ചിട്ടും സ്നേഹിച്ച പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയാത്ത സേതുവാണ് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം. സേതുവിൻ്റെ അമ്മ തൻ്റെ അമ്മാവനിൽ നിന്ന് അനുഭവിച്ചു വരേണ്ടി വരുന്ന ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആഗ്രഹമുണ്ടായിരുന്നിട്ടും ഒന്നിച്ചു ജീവിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ ഏറെ സങ്കടത്തോടുകൂടി മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന സേതുവിൻ്റെ പ്രണയിനി അവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാണ്. നിലപാടുകളും തൻ്റെ അനുഭവങ്ങളും തൻ്റെ ജീവിതങ്ങളും ഒന്നും അർത്ഥമില്ലാതെ ജീവിക്കപ്പെടുന്ന സേതുവിൻ്റെ അമ്മയും ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാണ്. അങ്ങനെ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരുടെ ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ ക്രോഡീകരണമാണ് ഈ നോവലിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യന് അറിഞ്ഞുകൊണ്ട് സ്വയം ഭ്രാന്തനായി തീരുവാൻ കഴിയുമോ? എന്നാൽ അബു എന്ന കഥാപാത്രം അറിഞ്ഞുകൊണ്ട് ഭ്രാന്തനായി തീരുക എന്നുള്ളതാണ്. അബുവിൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നത് സ്വയം ഭ്രാന്തനായി മാറുന്നതുകൊണ്ടാണ്. അബുവിനറിയാം അബു ഒരു ഭ്രാന്തനല്ല എന്ന്. ചുറ്റുപാടുകൾ അബുവിനെ ഭ്രാന്തനാക്കുമ്പോൾ അബു ഭ്രാന്തനായി മാറുകയാണ്. ഒരു പ്രാണവായുവിൻ്റെ മറ്റൊരു രൂപം, പ്രാണവായുവായി അബുവിന് ഭ്രാന്ത് മാറുകയാണ്. ചിലപ്പോഴൊക്കെ അധിക്ഷേപങ്ങൾ നമ്മെ തകർത്തു കളയാം എന്ന് നമുക്ക് തോന്നുമ്പോഴും ചില അധിക്ഷേപങ്ങൾ, ചില കളിയാക്കലുകൾ ഇതെല്ലാം നമുക്ക് സംരക്ഷണങ്ങളായി മാറാനും സാധ്യതയുണ്ട് എന്ന് നോവലിൽ എഴുത്തുകാരി കുറിക്കുന്നുണ്ട്. പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരപ്പൻ്റെ ജീവിതാനുഭവം കൂടി ഈ നോവലിൽ പറയുന്നുണ്ട്. പിതൃത്വം ഏറ്റെടുക്കാത്ത പിതാവും മരിച്ചവനാണ് എന്നാണ്, ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ് എന്നാണ് നോവൽ പറയുന്നത്. ഇതിലെ വളരെ ശ്രദ്ധേയമായ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഓ മരിച്ചവനാണല്ലേ, ജീവിച്ചിരിക്കെ മരിച്ചവന് ചലനങ്ങളുണ്ടാകാം, അവന് ശ്വസിക്കാം, ഭക്ഷിക്കാം, ഉറങ്ങാം, ചിരിക്കാം, കരയാം, ശരീരം കൊണ്ട് മാത്രം. മനസ്സുകൊണ്ട് ചിരിക്കാനോ കരയാനോ ഉറങ്ങാനോ വിശപ്പടക്കാനോ കഴിയാതെ വണ്ണം അവൻ മരിച്ചവരായിരിക്കും. ശരീരത്തിൻ്റെ ചലനം ഒരു ഭാഗത്തുണ്ടെങ്കിലും മനസ്സ് മരിച്ചിരിക്കുന്നു. നോവൽ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികമായ അവസ്ഥകളെ ഓരോന്നോരോന്നായി കീറിമുറിച്ച് പറയുന്നതിൽ കൂടി എത്രയോ ജീവിച്ചിരിക്കെ തന്നെ മരിച്ച കഥാപാത്രങ്ങൾ, ചുറ്റുപാടുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് നീങ്ങി യാത്ര ചെയ്യുന്ന ഒരുപറ്റം മനുഷ്യരുടെ ജീവിതത്തെയാണ് ഈ നോവൽ നോക്കിക്കാണുന്നത്. സ്വയം മരിച്ചവരായി ദുരന്തങ്ങളിൽ ആഴ്ന്ന് തങ്ങളുടെ ജീവിതം മുന്നോട്ട് നോക്കുന്നതിനിടയിൽ നമ്മോട് നോവൽ സംവാദിക്കുന്നത് നമുക്ക് സ്വയം മരിച്ചവരെ കണ്ടെത്താം, സ്നേഹപൂർവ്വം അവരോട് അടുത്തിരിക്കാം. നന്ദി, നമസ്കാരം.